അറിയാ എന്താണ് വന്ന ഉടനെ തന്നെ കട്ടിലേക്ക് കയറി ഒരു കടം കരയണോ നീ? എന്താണ് കോളേജിൽ വല്ല വള്ളി പിടിച്ചോ നീ? ഇല്ലല്ലേ, എന്ത് വള്ളി പിടിക്കും? ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും വഴക്ക്? ഇല്ലല്ലേ. അളിയാടാ എന്തുണ്ടെങ്കിലും പറ, ഞാനില്ലടാ കൂടെ കട്ടക്ക്. അതൊന്നും അല്ലല്ലേ. എന്താന്ന് വെച്ചാ പറയാന്ന്. கேசு நீ காலம் கார்த்தால இங்க இருந்து போனவன் தானே, ஒண்ணுமே சாப்பிடல, எழுந்திருச்சு வாப்பா. എനിക്ക് ഫുഡ് വേണ്ടേ കനാൻറ്റി? என்னடா ஃபுட் வேண்டாமா? என்னாச்சு உனக்கு? കനാൻറ്റി എനിക്കൊന്നും വേണ്ട, ആന്റി പൊക്കോ, ഞാൻ പിന്നെ എപ്പോഴേലും ഒന്നും കഴിക്കണോ വേണ്ട നോക്കട്ടെ. என்னாச்சு சித்து? ആന്റി ഒന്ന് പോ ആന്റി, എനിക്ക് ഫുഡ് വേണ്ട. അറിയാ എന്താടാ നിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടാ എനിക്ക് മനസ്സിലാകത്തില്ലെന്നാ കാര്യം പറയടാ. ഞാൻ പറയാം, ചളി ആരടുത്ത് പറയല്ലേ. ഞാൻ ആരുടെ പറയാനാ, നീ പറ. അവള് പോയളിയാ എന്നോട് പോയിരുന്നു. അവള് എന്നോട് 2-3 ദിവസമായിട്ട് പറയാനുണ്ട്, മറ്റേ പേപ്പർ വർക്കൊക്കെ ശരിയായി, ഞാൻ പോവാൻ സമയമായി എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് കയറി അങ്ങ് പോകുന്ന കാര്യമുണ്ട്. പോയോ? നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? നേരത്തെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നു, യുഎസിന് പോയെന്ന് പറഞ്ഞു. യുഎസിനോ? അവള് ഇറ്റലി ഓസ്ട്രേലിയ കണ്ടൊക്കെല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ. അവസാനം യുഎസ് ആയി. 2-3 ദിവസമായിട്ട് വിളിയും പറച്ചിലൊന്നുമില്ല. ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചു, തിരക്കാന്ന് പറഞ്ഞ് വെച്ച്. ഞാനും വിചാരിച്ചെന്തേലും തിരക്കായിരിക്കും വിചാരിച്ചു. കാര്യമുണ്ട്. എന്നാലും അവക്കൊന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാറുന്നല്ലടാ. കുഴപ്പമില്ലേ, പോട്ടെ, അവിടെ രക്ഷോട്ട് പോട്ട്. വീട്ടിൽ നിന്നൊക്കെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു കാണും, പഠിക്കേണ്ട പ്രായമല്ലേ. നീ നേരം വെളുത്തപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലയോ? നീ വന്നിട്ട് അറിഞ്ഞതുമില്ല. നിനക്കൊന്നും വേണ്ടായോ, കഴിക്കാനൊന്നും വേണ്ടായോ? അമ്മൂമ്മ അവനെ ഇപ്പം വന്ന് കഴിച്ചോളും ഇല്ലടാ. എന്നാ പിന്നെ വന്ന് കഴിക്ക്. டேய், உனக்கு பிடிச்ச ചൂരക്കറിയും ചൂര വറുത്തതും ഇരിക്കടാ. എന്റെ പൊന്നു കനാൻറ്റി, എനിക്കൊന്നും വേണ്ട, ആന്റി ഒന്ന് പോവോ? ഞാൻ കൊച്ചെന്ന് പറഞ്ഞല്ലോ. അല്ല, നീ കൊച്ചു കൊച്ചല്ല, വലിയ കൊച്ചു തന്നെ. അനകം, നീ വന്നേ, അവന് സൗകര്യമുള്ളപ്പോ വന്ന് കഴിക്കട്ടെ. டேய், வந்து சாப்பிடுறா. വരാ, ഞാൻ ആന്റി ഒന്ന് പോവാന്റി. വിനീത പറയടാ. ഒരു സ്ട്രിപ്പിൽ 120 ഗുളികയല്ലേ? ശരി. അളിയാ എന്താണ് അളിയാ, ഒരു കാര്യം ഞാൻ എന്താണെന്നും പറയാം. ഇതുപോലത്തെ സിറ്റുവേഷനില് എനിക്ക് എന്തു പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഇതുപോലത്തെ സാഹചര്യത്തിൽ പല ഫ്രണ്ട്സും നിന്നെ വിളിക്കും, പലതിലേക്ക് പിടിച്ച് വലിച്ചിടാൻ. പക്ഷെ അതിലൊന്നും പോയി പെടരുത്. ഓക്കെ, റിലാക്സ്, പിന്നെ ഇരുന്നാ മതി, വേറെ ഒന്നുമില്ല നിനക്ക്. പിന്നെ അളിയാ, പണ്ട് ആരാണ്ടോ പറഞ്ഞ പോലെ ഈ കാലവും കടന്നു, നീ ഒന്നും ചെയ്യണം, കാലം തനിയെ വെക്കും. ഓക്കെ, ശരിയല്ലേ? ഞാനൊന്ന് കിടക്കട്ടെ. കിടന്നോ.
ഗുളിക എന്റെ പൊന്നു ലച്ചൂസേ, ഇത് എത്ര നേരമായി നീ സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ട്? എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ കഥ പറഞ്ഞോണ്ട് നിന്നോളൂ. പെട്ടെന്ന് വരാൻ നോക്കി. അല്ല, ചെറിയൊരു കാര്യമുണ്ട്. അതല്ല നമ്മുടെ മെർലിനില്ലേ, മെർലിൻ. ആ, മെർലിൻ യേശുവിനെ തേച്ചെന്നാ തോന്നണേ. ആ ഇല്ല, അവള് പോയി, US പോയി. ആ, യേശു ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണ്, അപ്പൊ ഓക്കെ അല്ല. നീ ഒന്ന് വാങ്ങിക്കോ. പിന്നെ ലച്ചൂസേ, അത് മാത്രമല്ല, അവനെ നേരത്തെ ആരെയോ വിളിച്ചിട്ട് ഒരു 120 ഗുളികയൊക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്താഗതി എന്താണ്, ഏത് ടൈപ്പ് ഗുളികയാവാമല്ലോ. നീ ഇങ്ങ് വരാൻ നോക്കുന്നു, മൊത്തത്തിൽ അവനെ ശ്രദ്ധിക്കും. ഇല്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നോക്കുന്നുണ്ട്. നീ എന്താണെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. கேசு கூப்பிட യേശുവിനെ കൂപ്പിടാൻ என்ன ഇത് ஏதோ பிரச்சனையா? എന്താ പ്രശ്നം ആന്റി? ഒന്നുമില്ല. ஒன்னும் இல்ல, நல்லா இல்ல, ஏதோ இருக்கு. அதனால தானே நீ கூப்பிட வேண்டாம் சொன்ன. ഒന്നുമില്ല ആന്റി. என்னடா சொல்ல. ആന്റി, നമ്മുടെ മെർലിൻ ഇല്ലേ, ஆ, മെർലിൻ போயிட்டாடா? எப்படிடா? ஆக்சிடென்டா? അതല്ല, മെർലിൻ US പോയിരുന്നു. யுஎஸ்கா? அப்ப நம்ம கேஸ் எப்ப போறான்? കേസ് എങ്ങോട്ട് പോണ? யுஎஸ்க்கு. എന്തിന്? மெர்லின் அங்க தானே இருக்கா? എന്റെ പൊന്ന ആന്റി, കേശുവിനെ അവളെ തേച്ചെന്ന്. ஐயோ, அப்ப நம்ம கேஸ் என்ன செய்வான்? ഇനി അവൻ എന്ത് ചെയ്യുന്നേ നമുക്ക് കണ്ടറിയാം. ആന്റി, വേറൊരു പ്രശ്നമുണ്ട്. என்னடா? അവൻ ഇച്ചിരി മുമ്പേ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് 120 ഗുളിക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. எதுக்குடா? ഏത് ടൈപ്പ് ഗുളികയാന്നൊക്കെ ആർക്കറിയാം? ஐயோ, ശ്രദ്ധിക്കണം. கூடயே இரு அவன் கூட. ഞാനുണ്ട്. கேசு, എന്റെ പൊന്നു തന്നെ എന്റെ ഫുഡ് കഴിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ എനിക്കിപ്പോ വേണ്ട. ஃபுட் எல்லாம் இல்லடா, நீ ஒண்ணுமே சாப்பிட வேண்டாம்டா, பச்சை தண்ணி கூட குடிக்க வேண்டாம். ഞാൻ അവിടെ പുറത്ത് ഒന്ന് പോയിട്ട് വരാം. പുറത്തു പോട്ടാ. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ അളിയും ചെയ്തു തരത്തില്ല. നീ പുറത്തു പോണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് പുറത്ത് നമ്മുടെ മുറ്റത്ത് വരെ ഇറങ്ങണേ. മുറ്റത്ത് വരെ പോവാണെങ്കിലും ആ മരത്തിന്റെ അടി വരെ പോയാൽ മതി, അതിന്റെ അപ്പുറം ക്രോസ് ചെയ്ത് നീ പോകണ്ട. ഞാൻ പൊക്കോളാം എന്തുണ്ടായാലും. ഓക്കെ. ആ പിന്നെ അളിയാ, നീ നേരത്തെ ഫോൺ വിളിച്ചപ്പോഴേ ഒരു 120 ഗുളികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാ ഈ 120 ഗുളിക? ഞാൻ നേരത്തെ ഫോൺ വിളിച്ചല്ലേ അത്? അത് ഞാൻ കേട്ടായിരുന്നു. എന്തിനാ ഗുളികാന്ന് പറ. അതെന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യെന്നോ? അല്ലയാ, ഐ മീൻ പുള്ളിക്കാരി സ്ഥിരം ഗുളിക കഴിക്കുന്നതാണ്. ഒരു 3 മാസത്തെ ഗുളിക എന്നോട് മേടിക്കാൻ പറഞ്ഞ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ അത് കിട്ടുള്ളൂ. ഓഹോ, എന്നാലേ ഗുളിക ഞാൻ മേടിച്ചു കൊടുത്തോളാം. നീ പുറത്തു പോകുന്നില്ല. ഓക്കെ ഓക്കെ, വരുന്നു. നീ ഒന്നും കഴിക്കുന്നില്ലയോ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എന്റെ അമ്മൂമ്മ, ഞാൻ പട്ടിണി ചത്തോളാം, പ്രശ്നം കഴിഞ്ഞല്ലേ? അളിയാ, ഇങ്ങനെയൊക്കെ സംസാരിക്കാവടാ. എതിരാട് കാരണം അളിയാ, സ്വസ്ഥത തരണ്ടേ? ഇവനിതെന്തു പറ്റി? அம்மா, அவனை ஒன்னும் சொல்ல வேண்டாம்மா. அது வந்து അമ്മുമ്മ, അവന് അടുത്ത് കുറച്ച് എക്സാംസ് വരുന്നു, അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ടെൻഷൻസിലാണ്. കുറച്ചേപ്പോ ഓക്കെ ആയിക്കോളൂ. ചുമ്മാതല്ല അവൻ ഇങ്ങനെ മോഹാത്സ്യപ്പെട്ട് നടക്കുന്നത്. അവൻ തോറ്റു പോകുമെന്ന് അവൻ അറിയാം. അല്ലെങ്കിലും അവനൊരു ലോക പരാജയം. അമ്മ, അവൻ തോത്തിട്ടാ. പരീക്ഷ എഴുതുന്നതിന് മുമ്പേ തോറ്റുപോയോ? എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നതാണല്ലോ പ്രശ്നം ഇവിടെ.
തൃപ്തിയായ എല്ലാത്തിനും തൃപ്തി ആയാന്ന് നീ എന്തിനാ അങ്ങോട്ട് പോകണേ? നിന്റെ കെട്ടിയോട് നടക്കുന്നുണ്ടാ? എന്റെ പൊന്നു ലച്ചൂസേ, എന്റെ അടുത്ത് തൃപ്തിയാന്ന് വെച്ചിട്ട് എന്താ കാര്യം? വെല്ലം തേച്ചത് എന്നെ അല്ലല്ലോ, അവനെ അല്ലേ. അവനെ കൊണ്ട് കൊള്ളില്ല, ഞാനെന്ത് ചെയ്യാനാണ്? നീ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. എന്തൊരു സപ്പോർട്ടായിരുന്നു എല്ലാരും കൂടെ. ആ മെർലി വരുമ്പോ പറയല്ലോ മെർലി സ്മാർട്ടാണ്, അതാണ് ഇതാണ് മറ്റേതാന്നൊക്കെ. ലച്ചു, ഞാൻ എന്റെ വാക്കിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അവള് നല്ല സ്മാർട്ട് തന്നെ. അതുകൊണ്ടാണല്ലോ കേശുവിനെ തേച്ചിട്ട് യുഎസിലേക്ക് പറഞ്ഞത്. നിനക്ക് തൃപ്തിയായല്ലോ? അത് ഞാൻ എന്ത് ചെയ്ത്? കനക എന്നോട് എല്ലാം പറഞ്ഞു. പറഞ്ഞു എന്റെ കൊച്ചിനും മനോവിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലേ ഒരുത്തി ഞാൻ വെറുതെ വിടത്തില്ല. അതങ്ങനെ തന്നെ. ആ എന്നാലേ കൊച്ചിന് മനോവേഷമം ഉണ്ടാക്കിയവളെ അങ്ങ് അമേരിക്കയില, അങ്ങ് ചെല്ല്. അമേരിക്കയിലോ? ആ അമേരിക്കയില്. അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ എന്റെ കൊച്ചിന് വേണ്ടി പോകും. പിറവത്ത് പോയിട്ട് പാഴൂരിലേക്ക് ഓട്ടോ വിളിച്ച് പോകുന്ന പോലെ അല്ല, ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പരിപാടിയാ. ആയിക്കോട്ടെ, എന്റെ പാഴൂര സ്ഥലത്തിന്റെ ഒരു കോണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ പോകും. എന്റെ ഷെയർ വിൽക്കാൻ സമ്മതിക്കൂല. അതിന് നിനക്ക് എവിടെ ഇരിക്കുന്ന ഷെയർ? ആ ബെസ്റ്റ്. ഈ ആളാണ് ലക്ഷങ്ങൾ മുടക്കി അങ്ങ് യുഎസിലോട്ട് പോകാൻ പോകുന്നേ. പോവും പോവും. എന്റെ ചെറുക്കനെ ഓരോ കുഴി കൊണ്ട് ചാടിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. ചെറുക്കനെ ആരെങ്കിലും ഒരുത്തിയാ കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോഴത്തേന് അയ്യോ വാ കേറി വാ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നാത്തും ചമേല. അമ്മൂമ്മേ, ഒന്നാമത് എന്നെ തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുകയാണ്. ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഇത് അടുത്തത് ദേ വരുന്നു. ഇങ്ങോട്ട് നോക്ക് ലച്ചു, വിളിച്ചകത്തോട്ട് കയറ്റിക്കോ. ഞാനിവിടെ നിന്നാലേ ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല, ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും. വിളിച്ചോ ലച്ചു, ഇതന്ന് പ്രാങ്ക് ചെയ്ത കൊച്ചല്ലേ? ഓരോന്നൊക്കെ കുറച്ച് സമയത്ത് കേറി വരികയാണ്. അയ്യേട്ടാ, ഹായ്. അല്ല ചേച്ചി സുഖല്ലേ? അത്ര വലിയ സുഖമൊന്നുമില്ല. അതെ, ലച്ചുന് വയ്യാണ്ടിരിക്ക, ചുമ കഫക്കെട്ട് പനിയൊക്കെ ആയിട്ടെ. കുറച്ച് കഴിയുമ്പോ ഓക്കെ. മോളെന്താ ഈ വഴിക്ക്? പുതിയ പ്രാങ്ക് ആയിട്ട് വന്നതാണെങ്കിൽ ഇന്നിവിടെ പ്രാങ്ക് എടുക്കത്തില്ല, ഇവിടെ വേറൊരു പ്രാങ്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏയ് അല്ലല്ല, ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടി വന്നതാ. ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന കൂട്ട് കഴിഞ്ഞാ? അതയ്യോ, ചെറിയ പോർഷൻ ഉണ്ടായുള്ളൂ. ചേച്ചി എന്തൊന്നും പറയാത്തെ? ലച്ചു ചേച്ചി പറയാൻ തുടങ്ങിയല്ലേ, മക്കൾ ഈ പരിസരത്തൊന്നും നിൽക്കൂല. പക്ഷേ നമുക്ക് എല്ലാരെയും ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരൊക്കെ നമ്മളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ലച്ചൂസേ, ഇങ്ങനെ ഈ സ്നേഹം തോന്നുന്ന ആൾക്കാരോട് ഉള്ളിലുള്ളതൊക്കെ അങ്ങ് പറയും. അങ്ങനെ പറയരുത്. കൊച്ചി സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ നമ്മൾ പുറത്തേക്ക് വെച്ചിരുമ്പോ ഹായ് ചേച്ചി, ഹായ് ചേട്ടാ, സുഖല്ലേ, ചങ്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടാ. ഈശ്വനെ വിളിക്കാം. അളേ എവിടാ? റൂമിനകത്തിരിക്കുന്നു. പുറത്തേക്ക് വാ. അന്ന് പ്രാങ്ക് ചെയ്ത കുട്ടി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഓടി വാ. മീനു, ഹായ് യേശു. എന്താടാ വല്ലാണ്ടിരിക്കണേ? സാധാരണ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ നടക്കാറ്, എന്ത് പറ്റി? മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കുമ്പോ ആലോചിക്കണം, ഒരു ദിവസം സ്വയം കണ്ണീര് കുടിക്കേണ്ട വരുമെന്ന്. എന്തോ ലച്ചു ഇത്? സാഹചര്യം അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും. അല്ല, ഞാൻ ഷൂട്ട് കഴിഞ്ഞപ്പോ ജസ്റ്റ് കേശുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്റെ കൊച്ചെ, നമുക്ക് ആരോട് ഒരു ദേഷ്യമില്ല. ആരെങ്കിലും ഈ കുടുംബത്തോട്ട് കേറി വരുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. അല്ല, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ശരിക്കും എന്താ പ്രശ്നം? പ്രശ്നമായിട്ടൊന്നുമില്ല. നിന്റെ ഫ്രണ്ട് മെർലിൻ ഇല്ലേ? ആ മെർലിൻ. അവള് യുഎസിലേക്ക് പോയി. മെർലിന് യുഎസിലൊക്കെ പോയി ഏതെങ്കിലും ഒരു സായിപ്പിനെയൊക്കെ കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇനി അവിടെ ആയിരിക്കും ആ കൊച്ചിന്റെ ഫ്യൂച്ചർ. ഇവിടെ ദേ ഒരുത്തൻ ഒരു കാര്യത്തിലും ഒരു സീരിയസ്നെസ് ഇല്ലാതെ നടക്കുന്നു. ചേച്ചി, കേശു പാവാ. പാവല്ല, മണ്ടറ.
പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചേച്ചി കേശു എന്തേ? കേശു അല്ലേ? കേശു എന്ത് വിചാരിക്കും ഞാൻ പറഞ്ഞുതരാം. ദേ ആ മുറിയില്ലേ, ആ മുറിയുടെ മൂലയ്ക്ക് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് കണ്ണ് നിറച്ച് പുറത്തേക്ക് തലയിട്ടിരിപ്പുണ്ടാവും. നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കോ? എടാ നിനക്കറിയോ, കേശു അവൾ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഞാൻ അവൾ ഇഷ്ടപ്പെട്ടതാ. എന്നിട്ടാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചേ. ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാറില്ലേ? അത് ശരി. അപ്പൊ അവള് പറയാതെ പോയത് കൊണ്ടാണ് നിനക്ക് വിഷമം. അവനെ തേച്ചാലും നിനക്ക് വിഷമമൊന്നുമില്ല. അവരെ തേച്ചാൽ എനിക്കെന്ത് വിഷമം? ഒരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നു. ഒരു നന്ദിയില്ലാത്ത കൊച്ചി. ആവശ്യമില്ലാത്ത പറയല്ലേട്ടാ, നന്ദിയില്ലാത്ത കൊച്ചെന്നാ. അവളുടെ അവസ്ഥ എന്തോരുന്നു ചേച്ചിക്ക് അറിയൂ? അറിയാ ചുമ്മാത്തില്ലാത്ത പറയല്. ഒരു മാസമായിട്ട് അവളുടെ വീട്ടിൽ പ്രഷറായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നു. അവളുടെ ഡാഡി അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളുടെ മമ്മി അവരുടെ വീട്ടിൽ പോയി. അതറിയോ ചേച്ചിക്ക്? ഇതൊക്കെ ചേച്ചിരുത്തൊന്ന് പറയണം അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ അവസ്ഥ നമുക്ക് പറ്റിയില്ല. ശരിക്കും അവളുടെ ഭാഗത്തല്ല തെറ്റ്, എന്റെ ഭാഗത്താ തെറ്റ്. ഞാനാ കണ്ടോ ഇപ്പോഴും തെറ്റും കുറ്റം മൊത്തം അവനങ്ങ് ഏറ്റെടുത്ത്. എടാ ഇങ്ങോട്ട് നോക്കടാ. എടാ ഒന്നും അല്ലെങ്കിലേ ആ കൊച്ചിവിടെ വരുമ്പോ അതിനോട് നല്ല ആത്മാർത്ഥമായിട്ട് പെരുമാറില്ലേ ഞങ്ങള്? അതിന്റെ സാഹചര്യം ഇവിടെ വന്ന് ഞങ്ങളോടൊന്ന് പറയാറുണ്ടല്ലോ അതിന്. അമ്മൂമ്മ, മെർലിന് നിങ്ങൾ എല്ലാവരുടെ അടുത്തും നല്ല എടുപ്പുണ്ടായിരുന്നില്ലേ? ചിലപ്പോ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. மீனு, நீ வந்தது எனக்கு தெரியவே இல்லப்பா. நீ காலையில ஏதாவது சாப்பிட்டியா? ആ കഴിച്ചു. அப்படின்னா டீ எடுக்கட்டா? കുഴപ്പമില്ല. കണ്ടാ, ഇവിടെ ഇങ്ങനെയാ. ഇനിയിപ്പൊ നാളെ അമേരിക്കയിൽ പോയ മെർലിൻ വല്ല സായിപ്പിനെയും കെട്ടി തങ്കം പോലത്തെ കൊച്ചായിട്ട് കേറി വന്നാലും ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും. ചായ എടുക്കട്ടെ, ജ്യൂസ് എടുക്കട്ടെ, കാപ്പി എടുക്കട്ടെ. മെർലിനും മെർലിന്റെ സായിപ്പും കൂടി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സ്വീകരിച്ചിരുത്താം. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അവരെയൊക്കെ ഞാൻ സ്വീകരിച്ചിരുത്തിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കേശു. അതെന്തൊരു വർത്താനാ കൊച്ചെ പറയുന്നേ? ഇപ്പൊ പോവണ്ട மீனு, மத்தியானம் சாப்பிட்டுட்டு போலாம்ப்பா. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കേറിയാല് ചായ കുടിച്ചിട്ട് പോകാം, സാപ്പിട്ടിട്ട് പോകാന്നും പറഞ്ഞോണ്ടിരുന്ന മേലാലും നീ അങ്ങനെ ചെയ്താലുണ്ടല്ലോ. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങാം. അയ്യോ, ഈ പറഞ്ഞതൊന്നും മോളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മോള് ചായയൊക്കെ കുടിച്ച് വെയിലൊക്കെ അറിയിട്ട് പതുക്കെ പോയാ മതി. അളിയാ കേശു, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കടമ്പ പോലെ അങ്ങ് കടന്നു പോകും. ഓക്കെ சித்து, நீ சொன்னது ரொம்ப கரெக்ட் தான். டே கேசு, நீ அவளை பத்தி ஒண்ணுமே நினைக்க வேண்டாம். அம்மா, நான் அது இல்லம்மா யோசிக்கிறேன். அவங்க அம்மா வந்து இவ்ளோ பாசமா இருந்துட்டு ஒரு வார்த்தை கூட கூப்பிட்டு சொல்லலாம்ல? மீனு, உனக்கு தெரியுமா, நான் அவங்களுக்கு என் கையால எவ்வளோ காஃபி போட்டு கொடுத்திருக்கேன் தெரியுமா? அந்த பாசமாவது. അത് തന്നെ, ആ അമ്മയോട് എന്ത് സ്നേഹമായിട്ട് നമ്മൾ പെരുമാറിയതാ. എന്നിട്ട് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞോ? കേശു, ദേ അവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാല് 4 വർത്താനം ഞാൻ പറയും. എന്റെ ഒരു അറിവില് മെർലിനെ പറ്റാവുന്ന അത്രയും മെർലിൻ പിടിച്ചേക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഇവന്റെ വാക്കും കേട്ട് ആ കൊച്ചെന്തിനാ നിൽക്കുന്നത്? അത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. നിർത്താൻ എന്റെ വാക്കിട്ട് ആ കൊച്ചിനെ എന്തിനാ നിക്കണേ? അതെവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ട്. പക്ഷേ എന്റെ ജീവിതം ഞാൻ ഇപ്പൊ നിലവില് ചെയ്ത തെറ്റെന്തോ അറിയൂ? ഞാൻ അതിനെ ആത്മാർത്ഥത്തോട് സ്നേഹിച്ചു പോയി. പറഞ്ഞിട്ട് കാര്യമില്ലേ, ഭാഗ്യമില്ലാത്തല്ലേ അമ്മൂമ്മ? അതൊക്കെ എന്തൊരു ഭാഗ്യം, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. കേശു, മീനു എന്തായി താൻ
ഇറങ്ങിയാ പോവാണോ? ഏയ് ഇനിയിപ്പോ എന്തായാലും വൈകുന്നേരമായിട്ട് ഇറങ്ങണുള്ളൂ. എന്തേ, ഞാൻ നിൽക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് എനിക്കെന്തിനു ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ. പിന്നെ തന്റെ ഷൂട്ടും കാര്യങ്ങളും മറ്റേ അഭിനയം ഒക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോണോ? ആ പിന്നെ അന്നത്തെ പ്രാങ്കിന് ശേഷമേ ഞാൻ 2-3 തവണ തന്റെ 2-3 ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ കണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. താങ്ക്സ്. എന്തായാലും താൻ അഭിനയിച്ച് വലിയൊരു നടിയാവും. അപ്പൊ നമ്മളെ മറക്കല്ലേ. എന്നേക്കാൾ നല്ലോണം എന്തായാലും കേശു അഭിനയിക്കണേ. എന്തൊരു അടിപൊളിയായിട്ട് വിഷമൊക്കെ മറച്ചു വെക്കണത്. അപ്പം വിഷമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മറച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാ എന്റെ വീട്ടുകാർക്ക് വിഷമവും, അതെനിക്ക് സഹിക്കും. മാത്രമല്ല ഇവിടുത്തെ അവസ്ഥ എല്ലാരും അറിഞ്ഞിട്ടില്ല. ശിവാനിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എന്തു പോകുന്നു ദൈവം തമ്പുരാൻ അറിയാം. കേശു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ മെർലിൻ ആത്മാർത്ഥമായിട്ടാണോ കേശുവിനെ സ്നേഹിച്ചത്? ആത്മാർത്ഥത അല്ലേ? ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ മനുഷ്യന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിപ്പെൻസ്. എനിക്ക് വലിയ ഫിലോസഫി ഒന്നും അറിയാൻ പാടില്ല, എന്നാലും സാധാരണക്കാരുടെ മനസ്സ് വായിക്കാൻ അറിയാം. കേശു എന്തായാലും മെർലിൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതെന്ന് എനിക്കറിയാം. എനിക്ക് അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റൂല. കാരണം എന്താ, എനിക്ക് എന്നെ അത്രയ്ക്ക് വൃത്തിക്ക് അറിഞ്ഞൂടാ. തനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്റെ നെഗറ്റീവ് വശങ്ങൾ അറിഞ്ഞു. കേശു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നണേ ഈ കാര്യത്തിൽ മെർലിനാണ് നഷ്ടം. യേശുവിന്റെ ഫാമിലി എന്തൊരു അടിപൊളി ഫാമിലിയാ. മെർലിൻ എങ്ങാനും ഈ വീട്ടിലോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ രാജകുമാരിയെ പോലെ ജീവിക്കായിരുന്നു. രാജകുമാരി അല്ലേ? ആ പറഞ്ഞിട്ട് കാര്യമില്ല, ചേരേണ്ടവർ തമ്മിലല്ലേ ചേരുള്ളൂ. ആ ഉടയമ്പരെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ അല്ലേ നടക്കും. പിന്നെ ഉടയതമ്പുരാൻ ഇതൊക്കെ എഴുതി വെക്കലല്ലേ പണി. പിന്നെല്ലാ പുള്ളിക്ക് എന്തൊരു പണി? പുള്ളി ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും, അതൊക്കെ ഇങ്ങനെ മുകളിലിരുന്ന് കണ്ട് രസിക്കും. പുള്ളിക്ക് വേണ്ട ഒരു ഫണ്ട്. യേശു ഭയങ്കര വിശ്വാസിയാണല്ലേ? വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നും ഇന്നേവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ യുക്തിക്ക് മുകളിലാണല്ലോ വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാ കേശുവിനെ ഇങ്ങനെ കാണുന്നേ. സാധാരണ എന്തൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാറ്. വല്ലപ്പോഴും ഇങ്ങനെ മാറണ്ടേ അല്ലേ? പിന്നെ എന്തൊരു മനുഷ്യൻ. കേശു ആയോണ്ട് ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കണേ. ഞാനെങ്ങാനായിരുന്നെങ്കിൽ ഞാനെങ്ങാണമായിരുന്നെങ്കിൽ ഒന്നുമില്ല, ഉള്ളിൽ അടക്കി പിടിച്ചിരുന്നേ പറ്റുള്ളൂ. അതാണ് ജീവിതം. ോ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്? അങ്ങനെ വെച്ചാ ഇതുവരെ ആയിട്ടില്ല. ഇത് പേടിയാണോ? പേടിയാണോന്ന് വെച്ചാ പേടിയുണ്ട്. പക്ഷെ ഈ സ്നേഹിക്കാനൊക്കെ ഇഷ്ടാ. ഓ, ഈ സ്നേഹം എന്ന് പറയണത് ഭയങ്കര സംഭവം. സത്യം പറഞ്ഞാ അതൊരു ചുഴിയാണ്. അതിലിങ്ങനെ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇങ്ങനെ കാണും, പുറത്തിറങ്ങാൻ പറ്റും. കേശു പറഞ്ഞ പോലെ ഉടയതമ്പുരാൻ എന്താ എഴുതി വെച്ചേക്കണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, കേശു ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട. കേശുവിന് ഇഷ്ടപ്പെടുന്ന കുറെ പേര് കേശുവിന് ചുറ്റുമുണ്ട്.
ഞാനും വരുന്നു.